എൻ്റെ അടുത്ത് ഗോപിക പറഞ്ഞത്, ഗോപികയായിട്ട് ഞാൻ അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് ഗോപിക തോന്നി. ഗോപിക എസ് പറയുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഫേക്ക് ചെയ്യാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഇയാൾ എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിരുന്ന് ആലോചിച്ചു, ഞാൻ വൾണറബിലിറ്റി കുറച്ചും കൂടെ എന്തിപ്പോൾ ചെയ്യതിന്. അവസാനം ഞാൻ ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഗോപി ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ട്രെയിറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സങ്കടം വരും. ഒരു കൊല്ലം എടുത്തു അവൾക്ക് മനസ്സിലാവാൻ ഇത് അഭിനയമല്ലാന്ന്. പിന്നെ ഉള്ള പ്രശ്നം അതിലേറെ പ്രശ്നമായിരുന്നു. ഇതൊക്കെ ഗോപിക പറയേണ്ട, ഞാൻ പറയേണ്ടതല്ല. ഇത്രയും ഹാപ്പി ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ എങ്ങനെ ചെല്ല, എനിക്കിത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു താൻ അതിനെക്കുറിച്ചൊന്നും ബോധറിയണ്ട, ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ബോധറിയണ്ട, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൾ പറയാം അതെന്നെ പ്രശ്നം. ഇവിടെ എൻ്റെ അടുത്ത് പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്, ടെൻഷൻ ഉണ്ടാകുമ്പോഴോട്ടെ കിടന്നുറങ്ങിയ. ഞാൻ പറഞ്ഞു വേറെ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ മെത്തേഡ്സ്. പക്ഷെ അത് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കി. ലൈക്ക് ഐ ഹാഡ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, എൻ്റെ അപ്ബ്രിങ്ങിങ്ങിനും അങ്ങനെയായിരുന്നു. എൻ്റെ ഇതെന്തായിരുന്നു വെച്ചാൽ, ഇത് ഞാൻ മനസ്സിലാക്കിയ കാലം മുതൽ ഞാൻ ശീലിച്ചു തുടങ്ങി. യു കനോട്ട് ഡു ദിസ് ഇൻ 5. ഇത് കേട്ടിട്ട് ഒരാൾക്കും അടുത്ത കൊല്ലം ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി അത്. ശീലമായി കഴിഞ്ഞ് പാടില്ല, എത്രയോ കാലത്തെ എഫേർട്ടാ. ജിപിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ജിപിക്ക് ഈസി ആയിട്ട് ഈ ഫീൽഡിലോട്ട് വരാനും ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചത് വെൽ സെറ്റപ്പ് ജിപിക്ക് അതിന് പിന്നിലുള്ളതുകൊണ്ടാണ്. അതായത് ജിപിയുടെ ഫാമിലിക്ക് ദേ കുഡ് അഫോർഡ്, ജിപി എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ പലപ്പോഴും പറയുന്നതാണ്, അങ്ങനെ ഒരു സ്ട്രഗിൾ ജിപിയുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഞങ്ങൾ കാണാത്തൊരു സ്ട്രഗിൾ ജിപിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞാനിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ സ്ട്രഗിൾ ചെയ്യില്ല. ഐ നെവർ ബിലീവ് ഇൻ സ്ട്രഗിൾസ്, ഐ എൻജോയ് ദോസ് പ്രോസസ്. എനിക്ക് 2016 മുതൽ 2018 വരെ പ്രേതം എന്നുള്ള സിനിമ കഴിഞ്ഞ് ഞാൻ കീ എന്നുള്ള സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ജയലളിത മാഡം മരിച്ചു, നോട്ട് നിരോധനം, ഇതൊക്കെ ആയിട്ട് പടം ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. 2 കൊല്ലം ഞാൻ വീട്ടിലിരുന്നു. നെവർ സ്ട്രഗിൾഡ്. ഞാൻ എൻ്റെ 2020 എൻ്റെ ബിഗ്ഗസ്റ്റ് റിലീസ് ആല വൈകുണ്ഠപുരമലു ജീവിതത്തിൽ കിട്ടിയത് January 12 പടം ഇറങ്ങി, ബ്ലോക്ക് ബസ്റ്ററായി. ഫെബ്രുവരിയിൽ ഞാൻ 3 പടങ്ങൾ സൈൻ ചെയ്തു, ഇൻക്ലൂഡിങ് 1 ക്യാരക്ടർ വെയർ ഇവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്, ഇന്ത്യ മുഴുവൻ അറിയുന്നത്. അവരുടെ അത് ഫീമെയിൽ ഓറിയൻറ്റഡ് പടമായിരുന്നു, അവരുടെ പെയറായിട്ട് ഞാൻ സൈൻ ചെയ്തു. 3 പടവും സൈൻ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മാർച്ച് 2022 ലോക്ക്ഡൗൺ ആയി. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല 6 ആഴ്ച. ആ 3 പടം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഐ നെവർ സ്ട്രഗിൾഡ്. ഇന്ന് ജിപി എന്താണോ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ ഐ നെവർ സ്ട്രഗിൾഡ്. ജിപിക്ക് സെറ്റപ്പ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഐ എം വെരി ഫോർച്ചുനേറ്റ്, എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വീട്ടിലേക്ക് ഇതുവരെ ഒരു കാശും കൊടുക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിൽ അതിൻ്റെ ഒരു ആവശ്യവും വന്നിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പരിധി വരെ ഞാൻ കാശ് വാങ്ങിയിരുന്നൊരു ടൈമും ഉണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ ഐ വാസ് വെരി വെരി ഫോർച്ചുനേറ്റ്. ഡിഫോ ഡാൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് റവന്യൂ എന്നുള്ളത് എനിക്ക് തന്നെ സ്വയം ഉണ്ടാക്കാനുള്ള സ്പേസ് ഞാൻ തന്നെ കണ്ടെത്തി. ഇപ്പോഴും എൻ്റെ റവന്യൂ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കൊരു പിടുത്തം കിട്ടില്ല. പക്ഷേ എവറി ടൈം ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ എവറി ടൈം ഇറ്റ്സ് ഓൺ എ ബെറ്റർ സ്റ്റേജിലാണ് ഞാൻ എല്ലാ കൊല്ലം.